കേന്ദ്രീയ വിദ്യാലയം ധർമ്മടം രക്ഷാകർത്താക്കളുടെ മീറ്റിംഗ് വിളിച്ച് വരുന്നില്ല. അപ്പൊ പ്രിൻസിപ്പൾ ഒരു സൂത്രം, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഘം വെച്ചു. നോക്കുമ്പോ ഒരു കുട്ടിക്ക് 4 ആരെങ്കിലുമല്ലോ. അവരെ മുഴുവൻ ഒരു സൈഡിൽ ഇരുത്തി, കുട്ടികളെ മറു സൈഡിൽ ഇരുത്തിയിട്ട് പ്രിൻസിപ്പൾ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു, മക്കളെ കണ്ടോ, ഇവരാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പതാകകൾ. ഈ പുഴയിൽ ഒഴുകുന്ന തോണി അല്ലേ? നമ്മള് പുഴയോട് ധിക്കരിച്ച പുഴയെന്ന് പറ്റിയ പിന്നെ തോണിക്ക് വരണ്ട. അതുകൊണ്ട് ഇവരോട് സ്നേഹത്തോട് സംസാരിക്കണം, പരിഗണിക്കണം, സ്നേഹിക്കണം. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും, പക്ഷെ പച്ചപ്ലാവിൽ ഒരു കാലം പഴുത്ത് വീഴുമെന്ന് ഓർക്കണം. അപ്പൊ ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചു, സാറേ ഒരു സംശയം, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാൻ എടുക്കുമോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. ചിരിച്ചില്ല. ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യൻ. നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടുകാരോടും നിങ്ങളോടും നിങ്ങൾ ചിരിക്കുക. വീട്ടുകാരോട് ചിരിക്കണ്ടെന്ന് വിചാരിക്കുന്നില്ല. അയൽവാസികൾ വന്നാൽ ചിരിക്കും അല്ലേ? എന്നാ മക്കളോട്, ഭാര്യയോട്, കൊച്ചുമക്കളോട് ചിരിക്കുമോ? പ്ലാവ് വന്ന് വീണ കുഴച്ചക്ക വലിയ നിങ്ങൾ CCTVയുടെ വീട്ടിൽ നോക്കൂ, നിങ്ങൾ മുഖഭാവം ഉണ്ടാവും. അതൊന്നും പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർക്കുന്ന മനുഷ്യരായി മാറണം. മനസ്സിലായോ? മനുഷ്യരായി മാറണം. അത്തരത്തിൽ സ്മൈൽ. നിങ്ങൾ പുഞ്ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. വീട് പുഞ്ചിരിക്കാൻ എന്താ? വീടിന്റെ ചുണ്ടേതാ? മുന്നിലത്തെ വാതിൽ. രാവിലെ വാതിൽ ഒന്ന് തുറക്കുക. അവിടെ കേരളത്തിലും ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും പ്രകൃതി ഒരു അത്ഭുത പ്രതിഭാസത്തെ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എത്തിച്ചു തരുന്നു. അതിന്റെ പേരാണ് സുപ്രഭാതം. സുപ്രഭാതം, സുപ്രഭാതം, സുപ്രഭാതം. പ്രഭാതത്തെ കാട്ടിക്കൊടുക്കും. നമ്മൾ കാണും, വാതിൽ തുറന്നിട്ട് കുട്ടികളോടൊപ്പം പുറത്തിറങ്ങും. മുറ്റത്ത് പൂക്കളുണ്ടെങ്കിൽ ആ പൂക്കളെയൊക്കെ നോക്കിയിട്ട് അവിടുത്തെ പൂമ്പാറ്റകളോട്, തുമ്പികളോട് സംവദിക്കും. ഇസ്രായേലിന്റെ പട്ടാളക്കാരെ വഴി പിന്നെടുക്കാം. ഇസ്രായേലിന്റെ പട്ടാളക്കാർക്ക് ഇപ്പൊ ഒരു ശീലമായി വരുമല്ലോ, നിർത്താനാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് വരെ തേക്കാതെ 3 മിസൈൽ കൊടുക്കും. എന്നിട്ട് മാത്രമേ പല്ല് വരെ തേക്കൂ. സ്ഥിരം പരിപാടി. നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യും, അമ്മമാരാ പല്ലുണ്ട്. രാവിലെ എണീറ്റ് ഒരു തോക്കെടുക്കും. എന്നിട്ട് ഗ്യാസിന്റെ അടിയിലേക്ക് 3 വെട്ടി ടിക്ക് 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 3 അടുത്തത്. എന്നിട്ട് വെള്ളം ചൂടാക്കും. ഭക്ഷണം പാചകം ചെയ്യല്ലേ? ഹാർഡ്വെയറിന്റെ സാധനം കൊടുത്ത, സോഫ്റ്റ്വെയർ കൊടുത്തോ? ഒന്നും മുറ്റത്തും വരാന്തയിലും കുട്ടികളോടൊത്ത് നടക്കും. അവിടെ നെഗറ്റീവ്. രാവിലെ തന്നെ ബോംബിടും. പരീക്ഷക്കടുത്തില്ലേ? പരീക്ഷയാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഉണർത്തുന്ന ഭൂതന്മാരാണ് കുട്ടികൾ. രാവിലെ വിളിക്കും, മക്കളെ പരീക്ഷയല്ലേ? എന്തൊരു ഭീകര! രാവിലെ വിളിക്കുമ്പോ തന്നെ കൈകൈ പറ്റിച്ചു രാമ, അഭിഷേകം മുടങ്ങി രാമ, കാട്ടുപോടൻ രാമ എന്നും പറഞ്ഞോ വിശ്വാമിത്രൻ? വിശ്വാമിത്രൻ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ രാമനെ? വിശ്വാമിത്രൻ വിളിച്ചുണർത്തിയത് കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. മനസ്സിലായോ? കൗസല്യയുടെ നല്ല മോനെ രാമ, സുപ്രജാരാമ എന്നാ പറഞ്ഞ. എന്താ സുപ്രജ? സുഷ്ടുവായ പ്രകർഷേണ ജയിക്കുന്നവൻ, അതാ സുപ്രജ. നന്മയിലേക്ക് ക്രമയത്താൽ വിജയിക്കുന്നവനാണ് സുപ്രജ. പൂർവസന്ധ്യ, പ്രഭാതസന്ധ്യ പ്രവർത്തതേ, പ്രകർഷേണ വർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. നീയും പുറപ്പെട്ടതാണ്. അതാണ് രാവിലത്തെ മൂഡ് ക്രിയേറ്റ് ചെയ്യണം. രാവിലെ തന്നെ നെഗറ്റീവ് കൊടുക്കല്ല. കുട്ടികളോട് അല്പനേരം ചെലവഴിച്ച് എന്നിട്ട് മെല്ലെ ഭക്ഷണം ഉണ്ടാക്കാൻ പോയാൽ മനസ്സിലായി. അതുകൊണ്ട് വീട് സ്മൈല്, നിങ്ങൾ സ്മൈൽ.